വെൽക്കം ടു മെഡ്ഹെഡ് അപ്പ്. അപ്പോൾ നമ്മൾ NSAID അനാൾജസിക്സ് ആൻറ്റിപൈററ്റിക് നോൺ ഒപ്പിയോയിഡ് അനാൾജസിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ വിച്ച് എൻസൈം ഇസ് ഇൻഹിബിറ്റ് ബൈ NSAID ടു റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോസ്റ്റഗ്ലാൻഡിൻ. സോ നോർമലി ഞാൻ പറഞ്ഞു കോക്സ് എൻസൈംസിനാണ് നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോസ്റ്റഗ്ലാൻഡിൻ അല്ലെങ്കിൽ PG ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സോ അതാണ് ഉത്തരം. സോ വാട്ട് ഈസ് ദ പ്രൈമറി ആക്ഷൻ ഓഫ് NSAID ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് ഇൻഫ്ലമേഷൻ? സോ ഇൻഫ്ലമേഷൻ എങ്ങനെയാണ്? സോ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയാണ് കൂട്ടുകയാണ് ചെയ്യുക. നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കുക ചെയ്യുക, സപ്രസ് ചെയ്യണം അല്ലേ? സോ സപ്രസ് ചെയ്യുന്ന അറിയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മുടെ PG വന്നിട്ടുണ്ട്, മേലെ കോക്സ് ഉണ്ട്. സോ കോക്സിനെ ബ്ലോക്ക് ചെയ്യുന്നു, PEGനെ റിഡ്യൂസ് ചെയ്യുന്നു. So what is the primary pharmacological action of salicylate in the cardiovascular system at normal dose? സോ നോർമൽ ഡോസ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ആക്ഷൻ എന്നാണ്. സോ എന്താണ്, ഒരാക്ഷനും ഇല്ല അല്ലേ? നമ്മളത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ ആക്ഷൻസ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. സോ അത് മറന്നു പോകണ്ട. സോ ബേസിക്കായിട്ട് മെക്കാനിസം ഓഫ് ആക്ഷൻ ആ ക്ലാസിഫിക്കേഷൻ പഠിക്കുക, അത് തന്നെയാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് വിച്ച് അഡ്വേഴ്സ് എഫക്റ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോസ്റ്റഗ്ലാൻഡിൻ യൂസ് ഓഫ് പാരസ്റ്റമോൾ. സോ നോർമലി പാരസ്റ്റമോൾ കൊടുക്കുമ്പോൾ അഡ്വേഴ്സ് എഫക്റ്റ് എന്താണ്? എല്ലാവർക്കും അറിയാം, അത് കോമൺലി ഉണ്ടാവുന്ന എഫക്റ്റ് എന്താണ്? ഹെപ്പാറ്റോ ടോക്സിറ്റി ആണ് അല്ലേ? സോ വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് സാലിസിലേറ്റ് ആസ് എൻ ആൻറ്റി റുമാറ്റിക്? സോ റുമാറ്റിക്കിന് എന്തിനാണ്? ട്രീറ്റ്മെൻറ്റ് ഓഫ് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മൾ നോർമലി സാലിസിലേറ്റ്സ് കൊടുക്കാറുണ്ട്. So which enzyme is targeted by selective COX-2 inhibitor like a celecoxib and rofecoxib? So COX inhibitors എന്താണ്? cyclooxygenase COX-2 ഇൻഹിബിറ്റേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. സോ വാട്ട് ഈസ് ദ പ്രൈമറി അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് NSAID ഓൺ ദ ഗ്യാസ്ട്രോഇൻഡസ്ട്രിയൽ സിസ്റ്റം? എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു പെപ്റ്റിക് അൾസർ ആൻഡ് ഹെമറേജ് ഉണ്ടാവും. സോ ഉത്തരം അൾസറേഷൻ ആൻഡ് ഹെമറേജ് ആണ്. NSAID GIT സിസ്റ്റത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് മീൻസ് അഡ്വേഴ്സ് എഫക്റ്റ് കൊടുക്കാന്നാണ്. വിച്ച് ക്ലാസ് ഓഫ് NSAID ഇൻക്ലൂഡ്സ് അമിനോ പൈറിൻ ആൻറ്റിപൈറിൻ ആൻഡ് ഫിനിൽബ്യൂട്ടസോൺ? സോ ഏതാണ്? പൈറസുലോൺ ഡെറിവേറ്റീവ്. സോ വാട്ട് ഈസ് ദ പ്രൈമറി എഫക്റ്റ് ഓഫ് സാലിസിലേറ്റ് ഓൺ ദ റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് നോർമൽ ഡോസ്? എന്താണ്? റെസ്പിറേറ്ററി റേറ്റ് വോളിയം എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. നമ്മൾ ഓൾറെഡി എടുത്ത് പറഞ്ഞായിരുന്നു. സോ വിച്ച് NSAID ഇസ് നോൺ ഫോർ ഇറ്റ്സ് അനാൾജസിക് ആൻറ്റിപൈററ്റിക് ആൻഡ് ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ലൈക്ക് ലാക്ക് ആൻറ്റി റുമാറ്റിക് പ്രോപ്പർട്ടി? സോ അനാൾജസിക്സ് ഉണ്ട്, ആൻറ്റിപൈററ്റിക് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട്, പക്ഷേ ആൻറ്റി റുമാറ്റിക് പ്രോപ്പർട്ടി ഇല്ല, കുറവാണ്. സോ പാരസ്റ്റമോൾ ആണ് കേട്ടോ. സോ വാട്ട് ഈസ് ദ പ്രൈമറി ആക്ഷൻ ഓഫ് NSAID ഓൺ ബ്ലഡ് അറ്റ് നോർമൽ ഡോസസ്? എന്താണ്? ലോ എറിത്രോസൈറ്റിക് സെഡിമെൻറ്റേഷൻ, ESR കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് ഈസ് വിച്ച് ക്ലാസ് ഓഫ് NSAID ഇൻക്ലൂഡ് സോഡിയം വാൽപ്രോയേറ്റ്? സോ ഇത് എക്സ്ട്രാ ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, സോ നോക്കണ്ട. സോ വാട്ട് ഈസ് ദ ലോക്കൽ ആക്ഷൻ ഓഫ് സാലിസിലേറ്റ്? എന്താണ്? ആൻറ്റിസെപ്റ്റിക്, ഫംഗിസ്റ്റാറ്റിക് ആൻഡ് കെറോലൈറ്റിക് എഫക്റ്റ്. സോ വിച്ച് ക്ലാസ് ഓഫ് NSAID can cause salt and water retention leading to hypertension edema? ഏതാണ്? സെലക്റ്റീവ് COX-2 inhibitors. So what is the primary pharmacological action of aspirin kidney at lower dose? ഇതാണ് ഡിക്രീസ് യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ. സോ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് നോക്കുക. താങ്ക് യു. നെക്സ്റ്റ് വീട്ടിൽ കാണാം. ബൈ.